റിയാദിൽ ദേശീയ ഗതാഗത സുരക്ഷാ കേന്ദ്രത്തിന്റെ പുതിയ ആസ്ഥാനം പ്രവർത്തനം തുടങ്ങി. ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് ബിൻ നാസർ അൽ ജാസർ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തു. റോഡ്, റെയിൽ, വ്യോമ, കടൽ ഗതാഗത മേഖലകളിലെ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് പുതിയ കേന്ദ്രം കൂടുതൽ കരുത്തേകും. പുതിയ ആസ്ഥാനത്ത് ഗതാഗത അപകടങ്ങൾ വിശദമായി പഠിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അപകടങ്ങൾ നടന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് സംഭവത്തിന്റെ കാരണം കണ്ടെത്താനും അപകടത്തിന്റെ പുനർനിർമ്മാണം നടത്തുവാനും പ്രത്യേക എഞ്ചിനീയറിംഗ് ലാബോറട്ടറിയുമുണ്ട്. ഗതാഗത മേഖലയിലെ സുരക്ഷാ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന സേഫ്റ്റി ഒബ്സർവേറ്ററി പ്ലാറ്റ്ഫോമും ഇവിടെ പ്രവർത്തിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത മേഖലയിലെ സംഭവവികാസങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിക്കുന്ന കൺട്രോൾ സെന്ററും സ്ഥാപനത്തിന്റെ പ്രധാന സൗകര്യങ്ങളിലൊന്നാണ്. സുരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലന കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ആവർത്തിക്കുന്നത് കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുകയാണ് കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ആധുനിക സാങ്കേതിക വിദ്യയും അന്താരാഷ്ട്ര നിലവാരമുള്ള സുരക്ഷാ രീതികളും ഉപയോഗിച്ച് രാജ്യത്തെ ഗതാഗത സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും കേന്ദ്രം പ്രവർത്തിക്കും. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, സൗദി അറേബ്യ.